ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. ആർട്ട് ജേണൽ കുത്തിവര അറിയണവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ജേണലിങ്ങിൻ്റെ ഒരു മുഖമാണ് ആർട്ട് ജേണൽ. കുറച്ച് ആർട്ട് ജേണലുകൾ നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി എല്ലാവരിലും ഉണ്ടാവും. ഒരു ക്രിയേറ്റിവിറ്റി പല തരത്തിലാവും. അത് ഏത് തരത്തിലാണ് ക്രിയേറ്റീവായിട്ട് അവർക്ക് എഴുതാൻ പറ്റുന്നത്, എഴുതി പ്രകടിപ്പിക്കാനോ ക്യാപ്ഷൻസ് കൊടുത്ത് പ്രകടിപ്പിക്കാനോ ചിത്രം വരച്ച് പ്രകടിപ്പിക്കാനോ കഴിയുന്നത്, അതാണ് ആർട്ട് ജേണൽ. ആർട്ട് ജേണലിന് ആർട്ട് ഡയറി എന്നും വിഷ്വൽ ജേണൽ എന്നും ഒക്കെ പേരുണ്ട്. ഒരു ഒരു ഡയറി എഴുതുന്നതിലപ്പുറം ക്രിയേറ്റീവായിട്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ജേണലിങ് എപ്പോഴും ക്ലോസ് ടു ഹേർട്ടാണ്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാവരിലും ഓരോ ക്രിയേറ്റീവ് ഉണ്ടാവും. ചിലപ്പോൾ വെട്ടി ഉണ്ടാക്കാനാവാം, ചിലപ്പോൾ ചിത്രം വരക്കാനാവാം. എങ്ങനെയാണ് ആ ക്രിയേറ്റീവിനെ നമുക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നു, അതിന് വേണ്ടി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഫ്ലിപ്പ് ത്രൂ എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതല്ല, നെറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ആർട്ട് ജേണലിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ആർട്ട് ജേണലുണ്ട്, ആർട്ട് പോർട്ട്ഫോളിയോ ഉണ്ട്. ആർട്ട് പോർട്ട്ഫോളിയോ ഇതല്ല കേട്ടോ. നമ്മളിപ്പോൾ കലാമേളയിൽ ഒരാളെ കലാപരമായിട്ടൊക്കെ കുറേ കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ ബൂസ്റ്റ് ചെയ്യാനും എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആർട്ട് പോർട്ട്ഫോളിയോ. അതൊരിക്കലും ആർട്ട് ജേണലല്ല. ആർട്ട് ജേണലിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടിലെ വരിയാവാം, റാൻഡം ഡൂഡിൽസ് ആവാം, പിന്നെ ഈ പഴയ മാഗസീനിലെ പിക്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ആർട്ട് ജേണൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് വേർഷൻ ആവാം. നമ്മൾ കോഡ്സുകൾ കളക്ട് ചെയ്യണം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്ര കോഡ് നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്നർ ഫിയർ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, ഇതൊക്കെ അതിൽ വരും. നമ്മൾ കയ്യിൽ കിട്ടിയ കുറേ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റീവ് വർക്ക് നമ്മൾ ഉണ്ടാക്കണം. അതായത് നിങ്ങളെ ബക്കറ്റ് ലിസ്റ്റ്, ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇമാജിനറി പോവേണ്ട സ്ഥലങ്ങളെ മാപ്പ്, ഇതൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താം. ഇനിയും എവിടെ തുടങ്ങണം എന്നറിയില്ല എന്നുണ്ടെങ്കിൽ ആർട്ട് ജേണൽ പോംസ് കിട്ടും. കുറേ നമ്മൾക്ക് ചെയ്യാനും പറ്റിയ കുറേ കാര്യങ്ങൾ ഇതിൽ ഞാൻ കുറച്ചെണ്ണം കൊടുക്കുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉപയോഗിക്കുക. ഇനി എൻ്റെ ഒരു ക്രിയേറ്റീവ് വേർഷൻ ഞാൻ ഭയങ്കര കോൺഷ്യസാണ്. നമ്മളിപ്പോൾ ഒരു പരിചയമില്ലാത്തവരുടെ മുമ്പിൽ സംസാരിക്കണ പോലെയാണ് ഞാൻ എപ്പോഴും. ഞാൻ ആദ്യം തന്നെ എൻ്റെ ടേബിൾ ഫുള്ള് എൻ്റെ സാധനങ്ങളെടുത്ത് പരത്തി. ഇതൊന്നല്ല കേട്ടോ, ഒരുപാടുണ്ട്. പക്ഷേ എന്ത് വേണം, എങ്ങനെ വേണം, മൈൻഡ് ബ്ലാങ്കാണ്. എന്താ ചെയ്യണമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. വാഷി ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. ഒന്ന് പെട്ടെന്ന് പോവാം. എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഒരു ക്രിയേറ്റീവ് സ്പേസാണ്. പിന്നെ ആർട്ട് ജേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ ആർട്ടിസ്റ്റ് ആവണമെന്നൊന്നുമില്ല. ആർട്ടിസ്റ്റ് ആയവരത് കുറച്ചുകൂടെ ഒരു ഐ ക്യാച്ചബിളാവും. നമ്മളത് അത്ര ഉണ്ടാവില്ല, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ മെറ്റീരിയൽസ്, വാഷി ടേപ്പ് ആണെങ്കിലും മെറ്റീരിയൽസും കാര്യങ്ങളും നമ്മൾ ആർട്ട് ജേണലിനെ നന്നാക്കി കാണിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. നമുക്കത് യൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ തുടങ്ങാനേ ഉള്ളൂ താമസം. തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെത്ര കുത്തി വരച്ചതാ. ഡെസ്കിൻ്റെ മുകളിലാണെങ്കിലും നോട്ട് ബുക്കിൻ്റെ ബാക്കിലാണെങ്കിലും നമ്മൾ വരക്കാത്തതും ചെയ്യാത്തതും. ഇപ്പോൾ ഡൂഡിലും മറ്റുള്ള കാര്യങ്ങളും പറയുമ്പോൾ ഭയങ്കര നമുക്ക് പുതിയ കാര്യമായിട്ട് തോന്നും. ഇതിലും വലിയ എത്രയോ ഡൂഡിലുകൾ നമ്മൾ ചെയ്തിട്ടില്ലേ. അത് അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ക്യൂട്ട് പിന്നെ നമുക്ക് ഡയറി പോലെയും ഇത് എഴുതാം. ഡയറി അല്ലാതെ ഒരു റിലാക്സിങ് മെത്തേഡാണ്. നമുക്ക് അറിയണ നമ്മുടെ ക്രിയേറ്റീവായ, ഇപ്പോൾ ലൈഫ് ഫുൾ സ്ട്രെസ്ഫുള്ളാണ്. ഏത് കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ ഏത് ചെറിയ ജോലിയാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ സ്ട്രെസ്ഫുള്ളാണ്. ആ സ്ട്രെസ്സ് നമ്മുടെ ലൈഫ്, നമ്മളെ ബോഡി നമ്മളെങ്ങനെ നോക്കണോ അതേപോലെ തന്നെ നമ്മളെ മൈൻഡും നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ സ്ട്രെസ്സാകുമ്പോൾ നമ്മൾ ആ സ്ട്രെസ്സ് റിലീസ് ചെയ്യണം. അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് ഒരു പുതിയൊരു ഹോബി ഉണ്ടാക്കുക, അതാണ് ആർട്ട് ജേണലിൻ്റെ ഒരു ഞാൻ കാണുന്ന ആർട്ട് ജേണലിൻ്റെ ഒരു വേർഷൻ. പിന്നെ സ്ക്രാപ്പ് ബുക്കിംഗ് ഉണ്ട്. സ്ക്രാപ്പ് ബുക്കിംഗ് വേറെ ഒരു ടൈപ്പാണ്. സ്ക്രാപ്പ് ബുക്കിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യണ്ട. സ്ക്രാപ്പ് ബുക്കിംഗ് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആൽബങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും. അവർ നമ്മൾ ഒരു സെൽഫി അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മളൊരു റാൻഡം ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോക്ക് പിന്നിലൊരു കഥ ഉണ്ടാവും. അതേപോലെയുള്ള കഥകൾ നമുക്ക് പറയാം. ഒരുപാട് കഥകൾ പറയാനുണ്ടാവും കുറേ ഫോട്ടോസിനും കാര്യങ്ങൾക്കൊക്കെ. അങ്ങനെയാണ് സ്ക്രാപ്പ് ബുക്കിംഗ് വരുന്നത്.
ഇത് പിന്നെ ആർട്ട് ജേണൽ പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, ഒരാളെ പുതിയ ഇൻസ്പിറേഷൻസ് പരീക്ഷിക്കുക, അങ്ങനെ നമ്മളതായ നമ്മൾ എന്താണ് നമ്മളെ ക്രിയേറ്റീവ് സ്പേസിൽ നമ്മൾ ഹാപ്പി ആവുക. നമ്മൾ ഹാപ്പി ആയിരുന്നാലാണ് നമുക്ക് പുതിയ കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുള്ളൂ. ബിക്കോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അതിലേക്ക് ഞാൻ റിലേ ചെയ്തില്ല. കാരണം ഒരു സ്കെച്ച് പെന്നും ഒരു ക്രയോണും വെച്ചിട്ടും എന്ത് ചെയ്യാം, നമുക്കിത് ഭംഗിയാക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട്, പിന്നെ എഴുതുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഒരു പരിചയമില്ലാത്തവരോട് നമ്മുടെ കാര്യങ്ങൾ പറയുന്ന ആ ഒരു ഫീലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ വീഡിയോ കണ്ടിട്ട് എന്താ തോന്നുന്നത്, റാൻഡമായിട്ട് എന്താ തോന്നുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പോസിറ്റീവോ നെഗറ്റീവോ എന്തായിക്കോട്ടെ, നമുക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാം. അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ എഴുത്തുകൾ തുറന്നതാവുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ജേണലിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ, നമുക്ക് കംഫർട്ടബിളായ ഏത് ഭാഷ യൂസ് ചെയ്യാം. ഞാനധികം ഇംഗ്ലീഷും മലയാളം, ഇംഗ്ലീഷ് വേർഡ്സ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം, മലയാളമാണ് അധികം യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്. അല്ലാതെ ഇംഗ്ലീഷിൽ എഴുതണം അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതണം അങ്ങനെയൊന്നുമില്ല. ചിലവർക്ക് 4 വരി കവിതയായിരിക്കും എഴുതാൻ പറ്റുന്നുണ്ടാവുക. ആ 4 വരി കവിത അവർക്ക് എഴുതാം. ഇപ്പോൾ ആർട്ട് ജേണലിൽ ഇപ്പോൾ ചിത്രങ്ങളും അങ്ങനെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു അനുഭവത്തിന് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു 4 വരി കവിത, ആ 4 വരി കവിതനോട് ആപ്റ്റായിട്ട് അവർക്ക് തോന്നുന്ന കുറച്ച് ചിത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ചെറിയ, ഇപ്പോൾ കളറൊക്കെ വെച്ചിട്ട്, വാട്ടർ കളറൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ടത് സ്കെച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കവിതയ്ക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ പിക്ചേഴ്സ് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ആർട്ട് ജേണലിൽ നിന്നൊക്കെ നമ്മൾ തിരയുമ്പോൾ മുഴുവൻ ഇംഗ്ലീഷ് വേർഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിട്ടുള്ളതാണ്. മറ്റുള്ളവർ ഓപ്പണപ്പല്ല, അവരൊക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോസൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരൊന്നും ഓപ്പണപ്പല്ല. അപ്പോൾ കുറേ പുറത്തെ വീഡിയോസാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു മഞ്ഞ് വീണ് കിടക്കണ അവരൊരു മഞ്ഞിൻ്റെ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ മഞ്ഞിൻ്റെ ഒരു ചിത്രം, അവർക്കത് ക്ലോസ് ടു ആട്ടാ. നമുക്ക് ചിലപ്പോൾ ഒരു ആലിലിരിക്കും അവിടെ, അല്ലെങ്കിൽ ഒരു കോലൈസിൻ്റെ ചിത്രമാവാം, അതല്ലെങ്കിൽ മയിൽപ്പീലി ആവാം, അല്ലെങ്കിൽ മയിൽപ്പീലിയുടെ ഒരു ചിത്രമാവാം റിലേറ്റ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ അത് ഏതും ആവാം, എന്തും എഴുതാം. അപ്പോൾ ഞാനിങ്ങനെ എഴുതാൻ തുടങ്ങി, പക്ഷേ എൻ്റെ എഴുത്തവിടെ സ്റ്റക്കായി. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് വേണ്ടാന്ന് കരുതിയിട്ട് ജസ്റ്റ് 2 വരി എഴുതി, പിന്നെ ഒരു പാട്ടിൻ്റെ വരി എഴുതി. ഇത്രയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പുറത്തെ സൈഡിൽ എഴുതാനുണ്ട്, അത് ഞാൻ എഴുതും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വീഡിയോനെ പറ്റി തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അറിയാം, ഇത് പറ്റും, ഇത് ചെയ്യാം, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. എൻ്റെ ഒരു കാര്യം ഞാനിങ്ങനെയാണ്, ഞാൻ അതാണെന്ന് പ്രസൻറ്റ് ചെയ്യല്ല. ഐ വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് സം മോർ പീപ്പിൾ. അല്ലാത്തവരോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല. ഈ ജേർണലിങ് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇതിനായിട്ട് നിങ്ങളത് ഹാപ്പിയാക്കും, മെൻ്റലി ഹാപ്പി ആക്കുന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.